ടെഹ്റാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏതു രാജ്യത്തെയും ശിക്ഷിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ രംഗത്ത് വന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. ഈ US ഉപരോധങ്ങളെ പരമാധികാരത്തിന്റെ സമ്പൂർണ്ണ തകർച്ച എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾക്ക് മേൽ അതിർത്തിക്കപ്പുറമുള്ള പരമാധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് US-ന്റെ ഈ പ്രഖ്യാപനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി ശനിയാഴ്ച ഇന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയാണ്. ഇറാനുമായുള്ള വ്യാപാര ബന്ധം ഉപേക്ഷിക്കാൻ വിദേശ ബാങ്കുകളെയോ സ്ഥാപനങ്ങളെയോ വിമാനത്താവളങ്ങളെയോ നിർബന്ധിക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ലെന്നും അദ്ദേഹം പറയുകയാണ്. ഇതിൻ്റെ ആത്യന്തിക ഫലം ഐക്യരാഷ്ട്രസഭയെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലയായ പരമാധികാരത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കുമെന്നാണ് ഇറാന്റെ വിവക്ഷ. മനു ഭരത് തുടർന്നുണ്ട്. മനു, തിങ്കളാഴ്ച മുതലാണ്, മറ്റന്നാൾ മുതലാണ് അമേരിക്കയുടെ വലിയ ഉപരോധത്തിലേക്ക് ഇറാൻ വരിക. അമേരിക്കയ്ക്ക് ഇറാൻ മാത്രമല്ല, ഇറാനെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ട്രംപിന്റെ ഭീഷണിയുണ്ട്. അതിനോട് അത് ശക്തമായി പ്രതികരിക്കുകയാണോ ഇറാൻ? രഞ്ജിത്ത്, ഏതായാലും തിങ്കളാഴ്ച നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്താണ് US ട്രഷറി സെക്രട്ടറി അന്ന് മാധ്യമങ്ങളെ കണ്ട് ആ നിലപാട് വിശദീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കോട്ട് ബെസന്റിൻ്റെ നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും ഇറാൻ ഇതിനെ കനത്ത രീതിയിൽ തന്നെ ഇറാൻ പ്രതിരോധിക്കുന്നു. ഇറാൻ വിദേശകാര്യ വക്താവ് കൂടിയാണ് ഇസ്മയിൽ ബഖായി എക്സിൽ കുറിക്കുന്നത് ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഏതെങ്കിലും ഒരു ബാങ്കിനെയോ ഒരു ധനകാര്യ സ്ഥാപനത്തെയോ ഒരു കമ്പനിയോ എയർപോർട്ടിനെയോ ഒക്കെ ഇറാനുമായി നിയമപരമായി വ്യാപാരം നടത്തുന്നത് തടസ്സപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അധികാരം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾ അതുപോലെ അന്താരാഷ്ട്രപരമായ ധാരണകൾക്കൊക്കെ എതിരാണ്. ഈ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത ഒരു ഉപരോധം ഇറാന് മുകളിൽ ഉണ്ടാകും എന്ന അമേരിക്കൻ ഭീഷണി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇറാൻ വക്താവ് ഇത്തരത്തിൽ ഒരു നിലപാട് പുറത്തു പറയുകയും ചെയ്തത്. അതിൽ ട്രംപ് തൻ്റെ ഈ നിലപാട് കടുപ്പിക്കും എന്ന ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ചെറിയൊരു മാറ്റം ഇറാനെതിരെയുള്ള ആക്രമണം ആയുധപരമായി നടത്തി അല്ലെങ്കിൽ സൈനികമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ആക്രമണത്തിൽ നിന്ന് ചെറിയൊരു ഡീടൂർ എടുത്തു എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ സാമ്പത്തികമായ ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇനി തനിക്ക് ഉള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനോടൊക്കെ മുട്ടുമടക്കേണ്ട എന്ന നിലപാട് തന്നെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ഇറാൻ്റെ വ്യാപാര ബന്ധത്തെ ഏത് തരത്തിൽ ബാധിക്കും എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. പക്ഷേ ഏതായാലും ചൈനയുമായി അടുത്ത ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. മാത്രമല്ല, ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയായതുകൊണ്ട് തന്നെ അത് ഇറാനെ വലിയ തോതിൽ ബാധിക്കില്ല എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇറാന് മുന്നിലുള്ളത്. അതുപോലെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇപ്പോൾ കപ്പൽ ഗതാഗതം ഇറാന് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞതായി അവർ അവകാശപ്പെടുന്നു. ഇറാൻ്റെ അനുമതിയോടുകൂടി കൂടുതൽ കപ്പലുകൾ ഈ കടലിടുക്ക് വഴി നീങ്ങുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ ഈ വെല്ലുവിളിയെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഇങ്ങനെ കൂടുതൽ ഉപരോധങ്ങളുണ്ടാകും, സാമ്പത്തികമായി തകർക്കും, സാമ്പത്തികമായാണ് ഇനി അടുത്ത തൻ്റെ തന്ത്രങ്ങൾ വരാനിരിക്കുന്നതെന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതിനെ തള്ളിക്കളഞ്ഞ ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ചെയ്യുന്നത്. വീണ്ടും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായാൽ അതൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി ഉയർത്തുക എന്നതിനു കൂടി ഇറാൻ ഇവിടെ തയ്യാറെടുക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അസാധാരണമായ ഉപരോധം അമേരിക്കയുടേത് വരുന്നത് തിങ്കളാഴ്ച മുതലാണ്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.